ഇതെവിടെ ആളെ കാണാനല്ലേ. എന്റെ സാധനങ്ങള് കളയല്ലേ. അത് കിട്ടി വീഡിയോയില്. മേരാ തേരാ ജീവൻ ഏതു കാലം. ഇവിടെ എത്തിയ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മെഹനോ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഗൈസ്, നമുക്കൊരു പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ അൺബോക്സിംഗ് വീഡിയോ ആണ് ഗൈസ്. കാരണം നമ്മുടെ ബേബി പ്രൊഡക്ട്സ് തന്നെയാണ് ഇത്. നിങ്ങള് പേര് കണ്ടാൽ ചില സമയം മനസ്സിലായിട്ടുണ്ടാവും. ലിറ്റിൽ ഖേം എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അങ്ങനത്തെ ഒരു പേജിന്റെ പേരുള്ളത്, അങ്ങനത്തെ ഒരു പേജാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഗൈസ്. സഫാന്റെ ആ ഒരു അൺബോക്സ് ചെയ്യുന്നുള്ള ഒരു സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സമയം ഞാനിങ്ങനെ വട്ടം ചുറ്റിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി. അവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. ഞാൻ ഒന്ന് വാ മേനു വേഗം എടുക്ക പൊട്ടിക്കാനുള്ളൊരു ആകാംക്ഷ. അപ്പൊ ഞാനത് കുറച്ചൊന്ന് ഡിലേ ആക്കി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓളൊരു സന്തോഷം അത് മുഖത്ത് നമ്മൾ കണ്ടറിയാനുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ എന്താക്കി, കൂടുതൽ സമയം ഒന്നും കൂടെ ഡിലേ ആക്കിയിട്ടാണ് ഇത് പൊട്ടിക്കാൻ പോകുന്നത് ഗൈസ്. അല്ല, അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇതിന്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ എന്തായാലും താല്പര്യമില്ല. അപ്പൊ ഇതിന്റെ ഉള്ളില് ഇപ്പം എന്താ പറയാ, ഗസ് ചെയ്യാനുള്ളവർക്ക് ഗസ് ചെയ്യാം ഇതെന്തായിരിക്കും. TV, ഫ്രിഡ്ജ്, ഇപ്പൊ കുഞ്ഞിക്കെല്ലാം ഫോണല്ലേ ആവശ്യം, വലിയൊരു ഫോൺ. അപ്പൊ നമുക്ക് എന്താക്കാം, ഇതിന്റെ അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് സഫുനെ കൊണ്ട് പൊട്ടിക്കാൻ പറയാം. ഓക്കെ, പൊട്ടിക്കല്ലേ? റെഡി അല്ലേ? അതിന്റെ ഇടയിൽ ബത്തൊക്കെ എല്ലാം തിന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അവിടെ ഒരു വലിയ ക്ലാരിറ്റി ഇല്ലണേ. ഇങ്ങനെ വെക്കണം. ഞാൻ അപ്പുറം നിന്ന് പൊട്ടിച്ചു തന്നാല്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഫസ്റ്റ് ഇതാ ആദ്യമായിട്ടോള് മെല്ലെ മെല്ലെ തൊട്ട് പൊട്ടിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരു പെണ്ണാണ് ഇത്. കത്രികയാണ് ഗൈസ് പൊട്ടിച്ചിരിക്കുന്നത്. കത്രികന്റെ ഒരു പീസ് ഇതാ പൊട്ടിച്ചിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ആദ്യം തന്നെ പൊട്ടിച്ച സമയത്ത് നമുക്ക് എന്താണ് കാണുന്നത് നോക്കാം. ഇനി ഈ ഒരു ഭാഗം കൂടെ പൊട്ടിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഒന്ന് ഇങ്ങനെ തുറന്ന് കാണിക്കണം. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇത് കാണിക്കണോ? ഇത് കാണിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്ന ഒരു രീതിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ഇത് എന്താ ഐറ്റംസ് എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് സഫാനെ കൊണ്ട് അത് മെല്ലെ ഒന്ന് പുറത്തെടുപ്പിക്കാം. അല്ലെങ്കിൽ ഞാൻ എടുക്കണോ, നീ എടുക്കുന്നോ? എടുക്കണോ? അപ്പൊ നീ വീഡിയോ പിടിക്കുന്ന. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മള് പുറത്തേക്ക് എടുക്കുക ഗൈസ്. ഫുൾ സെറ്റാ. പൊങ്ങിയില്ല. വാട്ട് ഈസ് ദിസ്? അതടിഭാഗം. അതടിഭാഗം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് നിങ്ങൾക്ക് ഇത് തോന്നുന്നത്? തോന്നിയിട്ട് കാര്യമില്ല, നമ്മ ഇടൂലേ ബാക്കി. എന്നാലും ഇത് കണ്ടിട്ട് എന്ത് നമ്മൾ നോക്കാൻ നോക്കി. ഇതെന്താണ്? ഇതൊരു അമ്പും വില്ലും പോലെ അല്ലേ? കത്രിക നല്ല പവർ ഉണ്ട്, കുഴപ്പമില്ല. കത്രിക വേണ്ട, നമുക്ക് സ്റ്റൂൾ അങ്ങനത്തെ ഇത്
വെക്കാം. ഇനി അടുത്തതാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. അപ്പൊ കണ്ടാൽ മനസ്സിലാകുന്ന സാധനം ഞാൻ എടുക്കുന്നില്ല. അപ്പൊ അടുത്തത് ഇതൊക്കെ എവിടെയാണോ വെക്കേണ്ടത്? അതൊക്കെ ഞാനില്ലേ. ഓ പേപ്പർ ഉണ്ട് guys. അതിന്റെ ഇതുണ്ടല്ലേ. Yes, അത് കാണട്ടെ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് ഫിറ്റിംഗ് ഉള്ള പേപ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടിട്ടാകുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി. അത് അതാക്കി വെച്ചോ, പറന്നു പോകുന്നത് അടിയിലേക്ക് വെച്ചോ. ഇതെന്താന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമുക്ക് ഈ ഒരു സാധനമാണ് കാണിക്കാനുള്ളത്. മനസ്സിലായി ഇതെന്താണ് സാധനം എന്നുള്ളത്. എന്താ പോയത്? ഇതിന്റെ അടിയിൽ കുറെ കമ്പി ഉണ്ട്. കാലി. അപ്പം ഇതാണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഊരി പോവില്ല കേട്ടാ താഴത്തേക്ക്. അപ്പൊ എന്താണ് ഇത് നമുക്ക് ഇനി ഫിറ്റ് ചെയ്തിട്ട് ദിസ് ഇസ് എ ക്രാഡൽ ഗൈസ്. ഇതൊരു ക്രാഡലാണ്. അത് മാത്രമല്ല നമുക്ക് ഇതൊരു റീലാക്കി എടുക്കാനുണ്ട്. അപ്പൊ റീൽസ് നമുക്ക് ഇടാം അല്ലേ? അപ്പൊ എന്തായാലും ഇത് പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡിലും ഇതൊക്കെ റീൽസ് ആക്കിയിട്ട് നമുക്ക് അടുത്ത ഷോർട്സ് ആക്കിയിട്ട് ഇടാം അല്ലേ? അല്ലെ ഇപ്പൊ ഇത് പൊട്ടിച്ച് നമുക്ക് റീൽ ഇത് എടുക്കണ്ടേ? അതെ. അപ്പൊ എന്തായാലും നമ്മള് റീൽസ് ആക്കാൻ വേണ്ടിട്ട് നമ്മള് ബാക്കി കുറച്ച് പണിയിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇത്രയും നിങ്ങൾ കാണിച്ചിട്ട് ബാക്കിയുള്ളത് റീൽസിന്റെ ബാക്കി നമ്മൾ ഇതിന്റെ ബാക്കിൽ എന്തായാലും ആഡ് ചെയ്യും. വേണമെങ്കിൽ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സ് വീഡിയോ അല്ല യൂട്യൂബില് ഷോർട്സ് ആയിട്ട് ഇടാം. അതോടെ ഇൻഷാല്ലാ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം കാണാത്തവരുണ്ടെങ്കിൽ പോയി തീർച്ചയായിട്ടും മെഹനാസ് മെഹനു 919 അതേപോലെ തന്നെ സഫ മെഹനു 919 എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എന്തായാലും പോയി ഫോളോ ചെയ്യണം കഴിച്ച് മറക്കാണ്ട്. അതേപോലെ തന്നെ ഈ ചാനൽ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട്. പുതിയ പുതിയ പ്രൊഡക്ട്സ് നമുക്ക് കാണാം. അതെ ഇൻഷാല്ലാ. അല്ല പ്രഗ്നന്റ് ലേഡീസിന് പറ്റിയ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് അതെ ഇനി നമുക്ക് ഇൻഷാല്ലാ സർപ്രൈസ് ആയിട്ട് ഇതേപോലെ വരുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളെ മുന്നിലേക്ക് ഇത് എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും തീർച്ചയായും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അപ്പം ടേക്ക് കെയർ, ബൈ ബൈ. നമ്മളല്ലേ ഇപ്പൊ പറഞ്ഞത് വീഡിയോ ഇതിൽ കാണിക്കൂല. ഇതെന്തെന്നറിയോ? ഇതെന്ത് നിങ്ങൾ കണ്ടിട്ട് തോന്നുന്നു? എന്താ ഉമ്മ കണ്ടാ മനസ്സിലാവില്ല. എങ്ങനെയുണ്ട്? ഇതൊരു വെറൈറ്റി ആണ്. നിങ്ങൾക്ക് ഞാൻ ഇത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചത് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മളെ കുഞ്ഞിക്ക് വന്ന സാധനമാണ്. ആകെ പറയാളൂ ഇൻഷാ അല്ലാ മാഷാ അല്ലാ. ഇത് ആ പേപ്പർ നോക്കട്ടെ. ഇത് കമ്പി അപ്പുറമാണ് ഇപ്പുറമാണ്. അപ്പൊ ഷടിയിലെ ബ്ലാക്ക് സാധനം വേണോ അല്ലേ? ഓക്കെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാം. കാരണം നേരത്തെ പറഞ്ഞാല് കമ്പി മാത്രം ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാണ്ട് ഈ കമ്പിയും കൂടെ ഒന്ന് നീല കളറ്. യെസ്. അപ്പം എന്താണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബറിനോട് പറയാനുള്ളത്? എന്തെങ്കിലും പറയൂ. പറഞ്ഞു കഴിഞ്ഞാ ഇനൊന്നും പറയാനില്ലേ? ഇതപ്പോ മറ്റേ കട്ട് ചെയ്ത് എടുക്കണം പറഞ്ഞില്ലേ മേനു റീലിന് വേണ്ടിട്ട്? റീലിന് കട്ട് ചെയ്ത് എടുക്കാനാ ഫസ്റ്റ് കമ്പി ഇടുന്നത്, പിന്നെ തൊട്ടിലായിരുന്നു അത്ര ഉള്ളൂ. ആരെ? ആ ഭയങ്കര ഭയാണ്.
അത് വളയണ്ട, സ്റ്റാൻഡ് വളഞ്ഞോണ്ട്. ആയാ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അത് കൊണ്ടോണ്ടേ ആടെ വരുന്നല്ല. പക്ഷെ വീഡിയോ എടുക്കണ്ടല്ലേ ഓർത്തിട്ട്. ഒരു ലിറ്റിൽ ചൈൻ. ഇത് ചൂട് അത് മുകളിലോട്ട് അല്ലേ? അത് മുകളിലോട്ട് ഇല്ലേ? കറക്റ്റ് തന്നെ. 3 ഒരാളെ തന്നെ അല്ലേ? പക്ഷെ ഈ സാധനം അടിയിൽ വേണ്ടേ? ഇത് ബ്ലാക്ക് അല്ല, അടിയിൽ ഇങ്ങനെ ഗ്രിപ്പ് കിട്ടാൻ. ഇതിന് വലിപ്പം ചെറുപ്പൊന്നും ഇല്ലല്ലോ. ഇത് ഈ കമ്പിക്ക് എല്ലാവരെയും പറയാം. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഊരുന്നല്ലേ? ഞാനത് വേറെ നോക്കിയപ്പോ പേപ്പർ സൂം ചെയ്തു. അത് ഫിറ്റല്ലേ? ഓ, റീൽ എടുക്കണല്ലേ? ഓക്കെ, അപ്പം ബൈ. ബൈ.